അസ്സലാമു ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ കൈപ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പോലെ പൊടി വാട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായും എല്ലാവരൊന്നും ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത പത്തിരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരിപ്പൊടി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടില്ല, അങ്ങനത്തെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത്, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള 3 കപ്പ് പത്തിരിപ്പൊടിക്ക് 3.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിയുടെ അളവിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ലേശം ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ടായാലും മതി അതെടുക്കുക. അതിലേക്ക് പെരിഞ്ചീരകം 1 ടീസ്പൂൺ ചതച്ചിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പാല് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് പതുക്കൊന്ന് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് പത്തിരിയിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതെടുത്തതിന് ശേഷം, പാലെടുത്തതിന് ശേഷം ആ തേങ്ങ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുന്ന പോലെ തന്നെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. നന്നായി തിളയ്ക്കുമ്പോൾ പൊടിയിട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുമ്പോൾ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ തീയൊന്ന് കുറച്ച് വെക്കണം കേട്ടോ. നന്നായി ഒന്ന് തിളച്ച് വെള്ളം വറ്റി വരുമ്പോൾ തീയൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് അടി പിടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നല്ല തീയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് തീയൊന്ന് നന്നായി കുറച്ചതിന് ശേഷം ആ ചെറിയ തീയിൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പൊടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും നനവെത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയുടെ പാല് പിഴിയുമ്പോൾ നമ്മൾ വല്ലാണ്ട് അടിച്ച് മിക്സിയിലിട്ടടിച്ച് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഒറ്റയടി അടിച്ച് ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് പിഴിഞ്ഞെടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. അല്ലാണ്ട് തേങ്ങയിലുള്ള പാല് മുഴുവൻ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ചൂടോടുകൂടി തന്നെയാണല്ലോ കുഴക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈ ഇടക്കൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് നനച്ചിട്ട് വേണം കുഴക്കാൻ. അല്ലെങ്കിൽ നല്ല ചൂടല്ലേ, കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കൈ ഒന്ന് നനയ്ക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ചൂടറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് 2 കൈയിലും വെള്ളമാക്കിയിട്ട് നമുക്കിതൊന്ന് കുഴച്ച് എടുക്കാം. ഫുള്ളായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. വെള്ളം കയ്യിൽ തൊട്ടിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പം ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ട നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിന്ന് വലിയ വലിയ ബോൾസാക്കി എടുക്കണം കേട്ടോ. എന്നാലും കൈപ്പത്തിരി കുറച്ച് ചെറിയൊരു കനം ഉണ്ടാവും, പിന്നെ നല്ല വലിപ്പത്തിലും ആവുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ബോളായി, നമ്മൾ പത്തിരി എടുക്കുന്നതിനേക്കാളൊക്കെ നല്ല വലിപ്പത്തിലുള്ള ബോൾസായിട്ട് ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. അല്ല, ഈ ഒരു ഭാഗം ഞാൻ 2ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ വലിയ ബോൾസാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആദ്യം ഇലയിൽ വെച്ചിട്ട് ഞാനതൊന്ന് പരത്തി കാണിക്കാം. അതുകൊണ്ട് അതില്ലാണ്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് പരുത്തിയെടുക്കാം. ഇലയില്ലാണ്ടും പരുത്തിയെടുക്കാം. അപ്പം നമുക്ക് ഇലയൊന്നും കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ അതിൻ്റെ മീതെ വെച്ചിട്ട് ഇതുപോലെ ഇലയ്ക്ക് പകരം പ്ലാസ്റ്റിക് കവറിൻ്റെ മീതെ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താലും മതി. ബോൾസ് ഇതുപോലെ പതുക്കെ വെച്ചൊന്ന് അമർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വേറെ ഇലയും കൂടി വെച്ച് സ്റ്റീലിൻ്റെ പരന്നൊരു പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് വലുപ്പത്തിൽ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇലയില്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് യൂസ് ചെയ്താലും മതി കേട്ടോ. അല്ല, പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അതിൻ്റെ മീതെ വെച്ച് ചെയ്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരെണ്ണം കൈ കൊണ്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇതുപോലെ ഉണ്ട്, എത്ര വലുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് ചെയ്തെടുക്കാം. കൈ 2 കൈയൊന്ന് പതുക്കൊന്ന് നനച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് വലുപ്പമാക്കി എടുക്കാം കേട്ടോ. വല്ലാണ്ട് തിന്നാവണ്ട, എന്നാൽ കുറച്ച് കനം കുറഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ. ചിലവർ നല്ലത് കനത്തിലുണ്ടാക്കും.
ഇത് അത്ര കനമില്ല, എന്നാൽ വല്ലാണ്ട് തിന്നുമല്ല. തിന്നാവുമ്പോൾ എന്ന് വെച്ചാൽ ഇത് പൊള്ളിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് തിന്നായി പോകരുത്. ഇതുപോലെ കയ്യിൽ വെച്ച് പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് വലിപ്പത്തിലാക്കി എടുക്കണം. അരിക് ഇതുപോലെ ഒന്ന്, അപ്പോൾ അരികിൽ നടുവിൽ കനം കുറയുമ്പോൾ അരികിൽ കുറച്ച് കനം വരുമല്ലോ. അപ്പോൾ അരിക് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കനം കുറച്ചെടുക്കാം. ഇത്ര കനം കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൽ കൂടുതൽ കനം കുറയണ്ട, അപ്പോൾ പിന്നെ നമുക്ക് പൊള്ളച്ച് വരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചിലർ ഇതിനേക്കാളും നല്ല കനത്തിലുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആക്കിയെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കനത്തിലാക്കുക. ഇതാകുമ്പോൾ അധികം നൈസ് പത്തിരി പോലെ ക്വാണ്ടിറ്റി അധികം വേണ്ടി വരില്ല. നമുക്ക് ഓരോരുത്തർക്കും അധികമൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. കുറച്ച് വലിപ്പമുണ്ട്, കുറച്ച് കനം ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കൊരു 2 എണ്ണം അങ്ങനെയൊക്കെയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം നിന്ന് നൈസ് പത്തിരി പോലെ പരുത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ ബോൾസ് ഇതേപോലെ ഒന്ന് പരുത്തിയെടുക്കുന്നതാണ്. കൈ കൊണ്ട് തന്നെയാണ് പരുത്തുന്നത്, ഇലയിൽ വെച്ച് പരുത്തുന്നില്ല. കണ്ട ബോൾസ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് വലിപ്പം വെച്ചെടുക്കുക കേട്ടോ. ഒരെണ്ണം ഇലയിൽ വെച്ച് കാണിച്ചു, ഒന്നതുപോലെ കയ്യിൽ വെച്ചിട്ട് കാണിക്കുന്നത്. എന്നിട്ട് കണ്ട അതിന് ശേഷം അതിങ്ങനെ നടുവിൽ നിന്ന് കനം കുറഞ്ഞല്ലോ. അപ്പോൾ അരിക് നമുക്കിതൊന്ന് ഇതുപോലെ കനം കുറച്ച് കൊടുക്കാം. കൈ ഒന്ന് ഇടയ്ക്കൊന്ന് വെള്ളം തൊട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. ഇതിങ്ങനെ പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ടൊന്ന് ഈ പത്തിരി ഒന്ന് റൗണ്ടായി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ സൈഡും ഒരേപോലെ കനം കുറച്ച് കിട്ടുന്നത്. നടുവൊന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പം നടുവിൽ കനം കുറഞ്ഞ് കിട്ടും. അരികിൽ ഇതേപോലെ കനം കുറയ്ക്കുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ഉണ്ടാക്കിയിട്ട് ചുട്ടെടുക്കുക കേട്ടോ. പ്രസ്സിൻ്റെ അല്ലെങ്കിൽ പരുത്തുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കൈപ്പത്തിരി എന്ന് പറയുന്നത് കേട്ടോ, കൈ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇനി നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ പാനിൽ വെച്ചിട്ട് ഒരു സൈഡ് നന്നായി ഒന്ന് ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. മറ്റേ പത്തിരി പോലെ ആവി കയറുമ്പോൾ തന്നെ തിരിച്ചിടണ്ട. കുറച്ചൊന്ന് ആയതിന് ശേഷം ചട്ടി നന്നായി ചൂടാതിന് ശേഷം പത്തിരി ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് നന്നായി ഒന്ന് ആവട്ടെ, അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പം തന്നെ ചൂടാവുമ്പോൾ തന്നെ തിരിച്ചിടേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ആയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട ഒരു സൈഡ് കുറച്ചൊന്ന് ആവട്ടെ, അതിന് ശേഷം തിരിച്ചിട്ടിട്ട് ആ സൈഡ് നന്നായി ഒന്നായി കുറച്ചൊന്ന് മുരിഞ്ഞ പോലെ ആവണം. എന്നിട്ട് അതൊന്ന് പിന്നെ തിരിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. കണ്ട ഇതേപോലെ ഒന്ന് മുരിഞ്ഞ പോലെ ആയതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഒന്ന് ചട്ടിയിലിട്ടതിന് ശേഷം പതുക്കെ ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഒന്ന് പൊള്ളച്ച് വരും. ആ സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണം കേട്ടോ. ഇത് ഒന്നായിട്ട് മറ്റേ പത്തിരി പോലെ പൊള്ളച്ച് വന്നില്ലെങ്കിലും ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ കണ്ട ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ട ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. ചുട്ട് ഇടുന്ന നേരത്തെ കൈക്കണ്ട കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പതുക്കെ കണ്ട പൊള്ളച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു വീർത്ത പോലെ ഇരിക്കുന്നത്. ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ പതുക്കെ ഒന്നിങ്ങനെ കുടഞ്ഞിട്ട് കൈ വെച്ച് ഇങ്ങനെ 2 സൈഡും തട്ടിയിട്ട് നമുക്കതിലേക്ക് വെക്കാം, പാത്രത്തിലേക്ക് വെക്കാം. ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.